എല്ലാവർക്കും ഈസി ടു സ്റ്റഡിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് 8th ബേസിക് സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങളായിരുന്നു. നമ്മൾ അന്ന് ഫങ്ഷൻസ് ഓഫ് സെൽസ് വരെ ആയിരുന്നു പഠിച്ചത്. അപ്പോൾ ഇനിയും കുറേ അധികം ഭാഗങ്ങൾ ഈ ചാപ്റ്ററിലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ബാക്കിയുള്ള ഭാഗങ്ങളെ പറ്റിയിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നമ്മുടെ ഹ്യൂമൻസിന്റെ ആണെങ്കിലും ആനിമൽസിന്റെ ആണെങ്കിലും അതുപോലെ പ്ലാന്റ്സിന്റെ ആണെങ്കിലും ബോഡി എന്തുകൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്? സെൽസ് കൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. The structure of a cell is complex enough to perform all these functions. അതായത് നമ്മുടെ ശരീരത്തിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കാനും നിറവേറ്റാനും മാത്രം സങ്കീർണമാണ് നമ്മുടെ സെല്ലിന്റെ സ്ട്രക്ചർ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ആ ഓരോ ജീവധർമ്മവും അല്ലെങ്കിൽ ഓരോ സ്പെസിഫിക് ഫങ്ഷൻസും നിറവേറ്റാനായിട്ട് ഒരു സ്പെസിഫിക് പാർട്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഈ സെല്ലിനകത്തുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ആനിമൽസിനകത്തും എന്തുണ്ട്? സെല്ലുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സിന്റെ ബോഡിയിൽ എന്തുണ്ട്? സെല്ലുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ പ്ലാന്റ്സിന്റെ ബോഡിയിലെ സെല്ലിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് ഒരു സെല്ലിന്റെ പിക്ചർ. എന്തിന്റെ? പ്ലാന്റ് സെല്ലിന്റെ ഒരു ഫോട്ടോയാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് അതിനകത്ത് എന്തെല്ലാം പാർട്സ് ഉണ്ടെന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെ പാർട്സ് ഉണ്ട് അതിനകത്ത്? ഒന്ന് ന്യൂക്ലിയസ്, പിന്നെ സെൽ മെംബ്രെയിന്, അതുപോലെ തന്നെ റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സൈറ്റോപ്ലാസം, ക്ലോറോപ്ലാസ്റ്റ്, ഗോൾഗി കോംപ്ലക്സ്, വാക്യൂള്, മൈറ്റോകോൺട്രിയോൺ, സെൽ വോൾ. ഇങ്ങനെ കുറെ അധികം ഭാഗങ്ങളുണ്ട്. ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ എന്തുവാണ് അതിന്റെ മലയാളം? മർമ്മം എന്ന് പറയും. അതുപോലെ സെൽ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ കോശസ്തരം, റൈബോസോമിനെ റൈബോസോം തന്നെയാണ് പറയുന്നത്. പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സൈറ്റോപ്ലാസത്തെ എന്ത് പറയും? കോശദ്രവ്യമെന്നും, ക്ലോറോപ്ലാസ്റ്റിനെ ഹരിതകണമെന്നും, അതുപോലെ തന്നെ വാക്യൂളിനെ ഫേനമെന്നും, സെൽ വോളിനെ കോശഭിത്തി എന്നുമാണ് പറയുന്നത്. നമുക്കിനി ഇതിന്റെ എല്ലാത്തിന്റെയും ഫങ്ഷൻസ് എന്തുവാന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളാണെങ്കിൽ ആ പ്ലാന്റ് സെല്ലിന്റെ അതിനകത്തുള്ളൊരു പാർട്സ് കണ്ടായിരുന്നു. നമ്മളെ കടലപ്പെടുത്തിയിട്ടുണ്ട്. എന്തുവാ? സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആദ്യം ആ ചെറിയ ബോക്സിനകത്ത് സൈറ്റോപ്ലാസും അതുപോലെ തന്നെ പ്രോട്ടോപ്ലാസവും എന്താണെന്നാണ് പറയുന്നത്. നമുക്ക് ആ പിക്ചറിനകത്ത് സൈറ്റോപ്ലാസം മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞൊരു ഭാഗം കൂടി നമ്മുടെ ഈ പ്ലാന്റ് സെല്ലിനകത്തുണ്ട്. അപ്പൊ അത് രണ്ടും എന്തുവാന്നാണ് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ആദ്യം പറയുന്നത്. അപ്പൊ നമുക്ക് അത് ആദ്യം നോക്കാം. ഓൾ സബ്സ്റ്റൻസ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ കൺസ്റ്റിറ്റ്യൂട്ട് ദ പ്രോട്ടോപ്ലാസം. അതായത് കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിന് അകത്തുള്ള എല്ലാ പദാർത്ഥങ്ങളെ ഓൾ സബ്സ്റ്റൻസിനെയും ചേർത്ത് എന്തെന്ന് പറയും നമ്മൾ? പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം എന്ന് പറയും. അപ്പം പ്രോട്ടോപ്ലാസം എന്തോ നമുക്ക് മനസ്സിലായി. അടുത്ത് നമുക്ക് സൈറ്റോപ്ലാസം എന്തുവാന്ന് നോക്കാം. സൈറ്റോപ്ലാസം ഈസ് ദ പാർട്ട് ഓഫ് ദ പ്രോട്ടോപ്ലാസം എക്സ്ക്ലൂഡിംഗ് ദ ന്യൂക്ലിയസ്. സൈറ്റോപ്ലാസം എന്താണ്? പാർട്ട് ഓഫ് ദ പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസത്തിന്റെ ഒരു ഭാഗമാണ് എന്തൊഴികെയുള്ള ന്യൂക്ലിയസ് അഥവാ മർമ്മം. മർമ്മം ഒഴികെയുള്ള ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസത്തിന്റെ ഒരു ഭാഗമാണ് സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം. നമ്മുടെ ലൈഫ് ആക്ടിവിറ്റീസിന് വേണ്ട എല്ലാ ഫാക്ടേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും ഈ സൈറ്റോപ്ലാസത്തിൽ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായിട്ട് ഈ സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന ചെറിയ ഘടകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ആ സെൽസ് പ്രവർത്തിക്കാനായിട്ടുള്ള എല്ലാ ഘടകങ്ങളും നമ്മുടെ സൈറ്റോപ്ലാസത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആ ചെറിയ ഘടകങ്ങൾ അല്ലെങ്കിൽ ആ ചെറിയ ദ്രവ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ അടുത്ത മൈറ്റോകോൺട്രിയോൺ എന്തുവാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഈ മൈറ്റോകോൺട്രിയോൺ എന്ന് പറയുന്ന ഭാഗം നമ്മുടെ പ്ലാന്റ് സെല്ലിൽ മാത്രമല്ല ഉള്ളത്. ഏത് സെല്ലിലും ഉണ്ട്? നമ്മുടെ ആനിമൽ സെല്ലിലും ഈ മൈറ്റോകോൺട്രിയോൺ ഉണ്ട്. അതുകൊണ്ട് ഈ മൈറ്റോകോൺട്രിയോണിന് പ്ലാന്റ് സെല്ലിലുള്ള ഫങ്ഷൻസും അതുപോലെ തന്നെ ആനിമൽ സെല്ലിലുള്ള ഫങ്ഷൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് അവര് നോട്ട് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് മൈറ്റോകോൺട്രിയോൺ എന്തുവാണെന്ന് നോക്കാം. മൈറ്റോകോൺട്രിയോൺ ഈസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ, ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി. അതായത് നമ്മുടെ കോശത്തിന്റെ പവർ ഹൗസ് അല്ലെങ്കിൽ നമ്മുടെ കോശത്തിന്റെ ഊർജ്ജ നിലയമെന്നാണ് എന്തറിയപ്പെടുന്നത്? മൈറ്റോകോൺട്രിയോൺ. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അറിയപ്പെടുന്നത്? അതിനുള്ള ആൻസർ തൊട്ടടുത്ത സെന്റൻസിൽ തന്നെ നമുക്ക് അവർ തന്നിട്ടുണ്ട്. ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി. അതായത് നമ്മുടെ സെൽസിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്റ്റോറേജ് ചെയ്യുന്നതും എവിടാണ്? മൈറ്റോകോൺട്രിയോണിലാണ്. അതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയോണിനെ നമ്മൾ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാം പവർ ഹൗസ് ഓഫ് ദ സെൽ ഏതാന്ന്. അപ്പൊ അതിന്റെ ആൻസർ നമ്മൾ എന്ത് എഴുതണം? മൈറ്റോകോൺട്രിയോൺ
മൈറ്റോകോൺട്രിയോൺ എന്ന് എഴുതണം. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്തുവാ? അബണ്ടന്റ്ലി seen in the cell of liver, brain and muscles where energy requirements is high. അതായത് ഊർജത്തിന്റെ അല്ലെങ്കിൽ എനർജിയുടെ ആവശ്യം ഏറ്റവും കൂടുതലുള്ള ലിവർ, ബ്രെയിന്, മസിൽസ് അതായത് കരള്, തലച്ചോറ്, പേശികൾ എന്നിവിടങ്ങളിലുള്ള കോശങ്ങളിലാണ് എന്ത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്? മൈറ്റോകോൺട്രിയോൺ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. നമ്മുടെ ആനിമൽ സെല്ലിനകത്തും അതുപോലെ തന്നെ പ്ലാന്റ് സെല്ലിനകത്തും ഉള്ള ഒരു ഭാഗം തന്നെയാണ് ഏതും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും. അപ്പൊ അതെന്തുവാ നമുക്ക് നോക്കാം. ദ പാസേജ് ഇൻ ദ സെൽ, കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽ ഇൻസൈഡ് ദ സെൽ ടേക്ക് പ്ലേസ് ത്രൂ ദ ഓർഗനൈൽ. അതായത് നമ്മുടെ സെല്ലിന്റെ പാസേജ്, നമ്മുടെ സെല്ലിനകത്ത് ചെല്ലുന്ന മെറ്റീരിയൽസിന് ഒരു വഴി ഒരുക്കി കൊടുക്കുന്ന ഒരു പാസേജ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് സൈറ്റോസ്കെൽട്ടൻ. അതുപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് എന്ത് പറയും നമ്മള്? സൈറ്റോസ്കെൽട്ടൻ എന്ന് പറയും. നമ്മുടെ സെൽസിന് ഒരു ദൃഢതയും അതുപോലെ തന്നെ ഷേപ്പും ഒക്കെ നൽകുന്ന ആരാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അപ്പൊ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ വേറൊരു പേരെന്തുവാണ്? സൈറ്റോസ്കെൽട്ടൻ. നമുക്ക് ചിലപ്പോൾ അതും 1 മാർക്കിനായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇനി അടുത്തത് ഏതാണ്? റൈബോസോം. റൈബോസോം നമ്മുടെ ആനിമൽ സെല്ലിനകത്തും ഉണ്ട്, അതുപോലെ തന്നെ ഏതിനകത്തും ഉണ്ട്? പ്ലാന്റ് സെല്ലിനകത്തും വരുന്നൊരു ഭാഗമാണ് റൈബോസോം. അപ്പൊ നമുക്ക് അതെന്തുവാന്ന് നോക്കാം. സെന്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഇൻ ദ സെൽ. അതായത് നമ്മുടെ സെല്ലില് മാംസ്യ നിർമ്മാണം അല്ലെങ്കിൽ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്ന എവിടെയാണ്? റൈബോസോമിലാണ്. അപ്പൊ അതിന്റെ അടുത്ത പോയിന്റ് എന്തുവാ? സീൻ എയ്തർ അറ്റാച്ച്ഡ് ടു ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓർ ഫ്രീ ഇൻ ദ സൈറ്റോപ്ലാസം. അപ്പൊ ഈ റൈബോസോം നമ്മുടെ എവിടെയാണ് കാണപ്പെടുന്ന സെൽസില്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ അല്ലെങ്കിൽ സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടോ ആണ് എന്ത് കാണപ്പെടുന്നത്? റൈബോസോം കാണപ്പെടുന്നത്. അടുത്തത് വാക്യൂൾ അഥവാ ഫേനമാണ്. കവേർഡ് ബൈ എ ക്യാരക്ടറിസ്റ്റിക് മെമ്പറൈൻ കോൾഡ് ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട ആണ് നമ്മുടെ വാക്യൂള് സെല്ലിനകത്ത് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെൽസിന് ആവശ്യമുള്ള ജലം, ലവണങ്ങള്, അതുപോലെ എക്സ്ക്രിയേറ്ററി മെറ്റീരിയൽസ് ഇതെല്ലാം സംഭരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ വാക്യൂളിനകത്താണ്. ഇനി അടുത്തത് എന്തുവാ? ഗോൾഗി കോംപ്ലക്സ് ആണ്. അപ്പൊ അത് എന്തുവാന്ന് നമുക്ക് നോക്കാം. ഗോൾഗി കോംപ്ലക്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്കകത്തുള്ള ഹോർമോൺസ്, എൻസൈംസ് തുടങ്ങിയ കുറേയധികം സ്രവങ്ങളുണ്ട്. ആ സ്രവങ്ങളെല്ലാം സ്മോൾ വെസിക്കിൾസിനകത്ത് അല്ലെങ്കിൽ ചെറിയ സ്ഥലസഞ്ചികൾ എന്ന് പറയും അതിലാക്കി സൂക്ഷിക്കുന്നതാണ് ആരുടെ ഫംഗ്ഷന്? നമ്മുടെ ഗോൾഗി കോംപ്ലക്സിന്റെ ഫംഗ്ഷന്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? സീൻ ഇൻ പ്ലെന്റി ഇൻ ഗ്ലാൻഡുലാർ സെൽസ്. അതായത് നമ്മുടെ ഗ്ലാൻഡുലാർ സെൽസ് അല്ലെങ്കിൽ ഗ്രന്ഥി കോശങ്ങളിലാണ് ഈ ഗോൾഗി കോംപ്ലക്സ് കാണപ്പെടുന്നത്. അപ്പൊ ഇത്രയും പാർട്സ് നമ്മുടെ ടെക്സ്റ്റിനകത്ത് തന്നിട്ടുള്ളൂ. പക്ഷെ ഇത് മാത്രമല്ല നമ്മുടെ പ്ലാന്റ് സെല്ലിന്റെ ഭാഗങ്ങൾ, വേറെ കുറേ അധികം ഭാഗങ്ങൾ പ്ലാന്റ് സെല്ലിനകത്തുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് അത് എന്തുവാന്ന് കൂടെ നോക്കാം. നമ്മുടെ ടെക്സ്റ്റിൽ അതിനെപ്പറ്റി വിശദീകരിച്ച് തന്നിട്ടില്ല നമുക്ക്. ചില ഭാഗങ്ങള് നമ്മുടെ പ്ലാന്റ് സെല്ലിനകത്തുള്ളത് പോലെ തന്നെ ആനിമൽ സെല്ലിനകത്ത് വരുന്ന കോമൺ ആയിട്ട് വരുന്ന കുറച്ച് പാർട്സും ഉണ്ട്. അതിലൊരെണ്ണമാണ് ന്യൂക്ലിയസ്. നമ്മൾ പഠിച്ചായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ. റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസ് കണ്ടെത്തിയെന്നുള്ളത്. ഇത് നമ്മുടെ പ്ലാന്റ് സെല്ലിനകത്തും വരുന്നുണ്ട്, അതുപോലെ തന്നെ ആനിമൽ സെല്ലിനകത്തും വരുന്നുണ്ട്. നമ്മുടെ ബോഡിക്കകത്തുള്ള DNA സ്ഥിതി ചെയ്യുന്നത് ഈ ന്യൂക്ലിയസിനകത്താണ്. നമുക്ക് അതിനെപ്പറ്റി വിശദീകരിച്ച് പഠിക്കാനുണ്ട്. അപ്പം ഒന്നും കൂടെ നന്നായിട്ട് ഇതിനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരാം. പിന്നെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ ആണ്. നമ്മുടെ സെൽ മെംബ്രെയിനെ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ എന്നും പറയും. ഇതൊരു സെമി പെരിമബിൾ സ്ട്രക്ചർ ആണ് ഈ സെൽ മെംബ്രെയിൻ ഉള്ളത്. ഇത് എന്തോ ചെയ്യുന്നത്? സറൗണ്ടിങ് ആൻഡ് പ്രൊട്ടക്ട് ദ പ്ലാന്റ് സെൽ, സെപ്പറേറ്റിംഗ് ദെയർ ഇന്റീരിയർ ഫ്രം ദ ഔട്ട്സൈഡ് എൻവയോൺമെന്റ്. അതായത് ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ നിന്ന് നമ്മുടെ സെല്ലിന്റെ ഇന്റീരിയർ ആയിട്ടുള്ള ആ ഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്നതും പ്രൊട്ടക്ട് ചെയ്യുന്നതും സെപ്പറേറ്റ് ചെയ്യുന്നതും എല്ലാം ആരാണ്? സെൽ മെംബ്രെയിൻ ആണ്. ഇനി അടുത്തത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്ലാന്റ്സിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എവിടെയാണ്? ക്ലോറോപ്ലാസ്റ്റിലാണ്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ തന്നെ നമ്മുടെ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുകയും എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുക എന്നത് തന്നെയാണ് അതിന്റെ ഫംഗ്ഷന്. അടുത്തത് സെൽ വോൾ ആണ്. ഈ സെൽ വോൾ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ് സെല്ലിനകത്ത് മാത്രമുള്ള ഒരു പാർട്ടാണ്. ഇത് ഒരിക്കലും നമ്മുടെ ആനിമൽ സെല്ലിനകത്തുള്ള ഒരു പാർട്ടല്ല. നമ്മൾ സെൽ മെംബ്രെയിൻ ആണെങ്കിലും അതുപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയോൺ, വാക്യൂള്, ഗോൾഗി കോംപ്ലക്സ്, റൈബോസോം ഇതെല്ലാം ആനിമൽ സെല്ലിനകത്തും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്ലാന്റ് സെല്ലിനകത്തും ഉണ്ടായിരുന്നു. പക്ഷെ ക്ലോറോപ്ലാസ്റ്റും സെൽ വോളും ആനിമൽ സെല്ലിനകത്തില്ല, പ്ലാന്റ് സെല്ലിന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് നമ്മുടെ പ്ലാന്റ് സെല്ലിന്റെ എല്ലാ ഭാഗങ്ങളും അതിന്റെ ഫങ്ഷൻസും എല്ലാം നോക്കി. അപ്പൊ നമുക്കിനി അടുത്തത് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വളർച്ചയുടെ പടവുകൾ അതെന്തുവാന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സെൽ ബയോളജിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ റിസർച്ച് ഓഫ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ചുള്ള ഗവേഷണ രംഗത്തുണ്ടായ വളർച്ചയുടെ ഫലമായിട്ടാണ് നമ്മുടെ സെൽ ബയോളജിക്ക്
ഡെവലപ്മെന്റ് ഉണ്ടായത്. കാരണം നമ്മൾ നമ്മുടെ സെല്ല് ഒബ്സർവ് ചെയ്ത് കാണുന്ന ഇതിലൂടെയാണ്, മൈക്രോസ്കോപ്പിലൂടെയാണ്. നമ്മൾ സാധാരണ ഉള്ള ഒരു വസ്തുവിന്റെ പരമാവധി 2000 മടങ്ങ് വലുതായിട്ടാണ് മൈക്രോസ്കോപ്പിലൂടെ ഒരു വസ്തു കാണുന്നത്. അപ്പൊ മൈക്രോസ്കോപ്പിന്റെ ആ ഒരു രംഗത്തുണ്ടായ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ സെൽ ബയോളജിയുടെ ഡെവലപ്മെന്റിനും കാരണമായി മാറിയത്. ലൈറ്റ് സോഴ്സ് അഥവാ പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്നതാണ് എന്ത്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഫിഗർ 1.6 കിടപ്പുണ്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്തുവാണ്. അവിടെ അതെന്തുകൊണ്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്നതാണ് എന്ത്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്.